തറാവീഹിന്റെ കാര്യത്തിലും കുനൂത്തിന്റെ കാര്യത്തിലും നമുക്ക് അഴകൊമ്പൻ നയമാണെങ്കിൽ സുന്നികൾ നമ്മോട് തർക്കിക്കാൻ വന്നാൽ ഞങ്ങൾ എന്ത് മറുപടി പറയണം? ഇതുവരെ നാം അതിനുവേണ്ടി പ്രസംഗിച്ചതിന്റെ പ്രസക്തി വിശദീകരിച്ചാലും. തറാവീഹിന്റെയും കുനൂത്തിന്റെയും കാര്യത്തിൽ അഴകൊഴമ്പൻ നിലപാടാണ് നമുക്ക് എങ്കിൽ സുന്നികളോട് ഈ വിഷയത്തിൽ ഇത്രയും കാലം തർക്കിച്ചതിന്റെ പ്രസക്തി എന്താണെന്ന് ഞാൻ വ്യക്തമായി പറയുന്നു. നമുക്ക് ആ വിഷയത്തിൽ അഴകൊഴമ്പൻ നിലപാടില്ല. തറാവീഹ് 11 റക്അത്തിലേറെ നമസ്കരിക്കണമെന്ന വാദം നമുക്കില്ല. കുനൂത്ത് ഓതുന്നത് അനുവദനീയമാണെന്നോ അല്ലെങ്കിൽ കറാഹത്ത് മാത്രമാണെന്നോ പോലുമുള്ള വാദവും പോലും ഞങ്ങൾക്കില്ല. അതേസമയത്ത് കുനൂത്തിനെ കുറിച്ച് ഞങ്ങൾ ബിദ്അത്താന്ന് പറയുന്നു. നബിചര്യയിൽ സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് അംഗീകരിക്കുന്നതോടൊപ്പം കുനൂത്ത് ഓതുന്ന പള്ളിയിൽ പോയാൽ ഓതാമെന്നും കുനൂത്ത് ഇല്ലാത്ത പള്ളിയിൽ പോയാൽ ഓതാതിരിക്കാമെന്നുമുള്ള നിലപാട് സ്വീകരിക്കലും അതിനനുസൃതമായി പ്രവർത്തിക്കലും പ്രചരിപ്പിക്കലും നമ്മുടെ ആശയാദർശങ്ങളിൽ നിന്നുള്ള വ്യതിയാനമാണ്. പ്രതികരണം: ഇങ്ങനെയൊരു വാദം തങ്ങൾക്കില്ലെന്ന് ആരോപിതർ വിശദീകരിച്ചു. തീരുമാനം: സുബഹിലെ കുനൂത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ സ്ഥിരപ്പെടാത്തതാണെന്നും അത് അനാചാരമാണെന്നും യോഗം അംഗീകരിച്ചു. ഇങ്ങനെ ചർച്ച വരാനുണ്ടായ കാരണം ബഹുമാനപ്പെട്ട ഹുസൈൻ മൗലവി മടവൂർ സാഹിബ് അവറുകള് അരീക്കാട്, കോഴിക്കോടിന് അരീക്കാട് വെച്ച് അന്ന് നമുക്ക് അവിടെ കോംപ്ലക്സ് ഉണ്ട്, ആ കോംപ്ലക്സിൽ നിസ്കാരം നടക്കുന്നുണ്ട്. ആ ജമാഅത്തിൽ പങ്കെടുക്കാതെ സുന്നിപ്പള്ളിയിൽ പോയി സുബൈക്ക് കുനൂത്തോതി നമസ്കരിച്ചു. കുനൂത്തോതി നമസ്കരിച്ചു എന്ന് മാത്രമല്ല, ഒരിക്കൽ അദ്ദേഹം പുളിക്കൽ കോളേജിൽ വെച്ച് പ്രസംഗിക്കുകയും ചെയ്തു. ജമിയത്തുൽ ഉലമയുടെ ഇന്നത്തെ സെക്രട്ടറി എം മുഹമ്മദ് മദീനെ നേരിട്ട് കേട്ടതാണ്. അദ്ദേഹം ഇടവണ്ണയിലും മറ്റത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് ഹുസൈൻ മടവൂർ സാഹിബ് അദ്ദേഹത്തിന് ഫോൺ ചെയ്യും മറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ഏതായിരുന്നാലും അതിലെന്താ പറഞ്ഞത്? കുനൂത്തോതുന്ന പള്ളിയിൽ ചെന്നാൽ ഞാൻ കുനൂത്തോതും, ഓതാത്ത പള്ളിയിൽ ചെന്നാൽ ഞാൻ ഓതൂല്ല. ഇതൊരിക്കലും സലഫി പ്രസ്ഥാനം സ്വീകരിക്കേണ്ട നിലപാടല്ല. അദ്ദേഹത്തിന് തെളിവുണ്ടെങ്കിൽ ആയിക്കോട്ടെ. സഹിയായ ഹദീസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് അദ്ദേഹം നമ്മുടെ മൻഹജിൽ തന്നെയാണ്. അല്ലെങ്കിൽ ആ ഹദീസ് ദഈഫാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അതും നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. പക്ഷെ അങ്ങനെയായ അവിടെ പോയാൽ അങ്ങനെയാവാ, അവിടെ പോയാൽ അങ്ങനെയാവാ എന്ന് പറയുന്നത് നാം സ്വീകരിച്ചു പോരുന്ന രീതിയിൽ നിന്നുള്ള വ്യതിയാനമാണ്. മർഹൂം ഉമർ മൗലവി കേരളക്കരയിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന് ചെയ്തിരിക്കുന്ന സേവനങ്ങൾ ഒരാൾക്കും വിസ്മരിക്കാൻ സാധ്യമല്ല. ആ ഉമർ മൗലവിയുടെ സേവന പ്രവർത്തനങ്ങളെ മുഴുവനും നിഷ്കരണം കാറ്റിൽ പറത്തിക്കൊണ്ട് അദ്ദേഹത്തിന് വ്യതിയാനം സംഭവിച്ചിരിക്കുന്നു. അദ്ദേഹം ഇഖ്വാനികളുടെ ലൈനിലാണ് എന്ന് പറയേണ്ടി വരും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്റെ കയ്യിലുള്ളത് അദ്ദേഹത്തിന്റെ അവസാന ഘട്ടത്തിൽ കടന്നു വന്നിരുന്ന സെൽസബീലിന്റെ ഏതാനും കോപ്പികളാണ്. ഇത് സെൽസബീൽ 999 ഫെബ്രുവരി മാസ സെൽസബീലാണിത്. 999 മെയ് 13 ആദ്യമായ ആരോപണം തുടങ്ങി വെച്ചത്. അതിന്റെ തൊട്ടു മുമ്പുള്ള സെൽസബീൽ അദ്ദേഹം കർമ്മപരമായ നമ്മൾ ആദർശമായി പറഞ്ഞു കൊണ്ടുപിടിച്ച് വാദപ്രതിവാദങ്ങൾക്കും മറ്റും കാര്യമായി എടുത്തു പറയുന്ന കുനൂത്ത് എന്ന വിഷയത്തിൽ ഉമർ മൗലവി നൽകുന്ന ഫത്വ നമ്മൾ വായിക്കണം. എന്താ ഫെബ്രുവരിയിൽ അദ്ദേഹം എഴുതിയത്? ചോദ്യം: സുബഹി നമസ്കാരത്തിൽ കുനൂത്ത് ഓതുന്നതിൽ നിഷ്ഠ പാലിക്കുകയും മറന്നുപോയാൽ സഹവിന്റെ സുജൂദ് ചെയ്യുകയും കുനൂത്തും സുജൂദും ഒന്നും എടുക്കാത്തവരെ വഴിപടച്ചവരായി കണക്കാക്കുകയും ചെയ്യുന്ന ഇമാമിനെ തുടർന്ന് നമസ്കരിക്കുന്ന മുജാഹിദ് സഹോദരന്മാരെ പറ്റി താങ്കൾ എന്ന് പറയുന്നു? സുന്നി ഇമാമിനെ സുബഹിക്കാതെ തുടർന്നതിനെ പറ്റി കുനൂത്തുവിനെ പറ്റി എന്താ അഭിപ്രായം? മറുപടി അദ്ദേഹം പറയുന്നു: മുജാഹിദുകൾ അവരോട് യോജിക്കുന്നവരെ സംഘടിപ്പിച്ച് പ്രത്യേക ജമാഅത്ത് നടത്തുകയാണ് വേണ്ടത്. അതിന് തരപ്പെടഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞതുപോലെയുള്ള ഇമാമിനെ തുടർന്ന് നമസ്കരിക്കുന്നതിന് വിരോധമില്ല. അദ്ദേഹം തനി ശിർക്കനാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ തുടരാൻ പറ്റുകയുമില്ല. ഇമാം കുനൂത്ത് ഓതുന്ന സമയത്ത് കുനൂത്തിൽ പങ്കെടുക്കാതെ വെറുതെ നിൽക്കുന്നതാണ് നല്ലതെന്ന് മനസ്സിലാകുന്നു. ആ സമയത്ത് തസ്ബീഹ് നീട്ടിച്ചൊല്ലുകയോ സ്വന്തം നിലക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയോ ചെയ്യാം. തീർന്നില്ല, ഇനിയാണ് ഗൗരവമുള്ള വിഷയം. എന്നാൽ ആ കുനൂത്തിൽ പങ്കെടുക്കുന്നതിനും വിരോധമില്ലെന്ന് തോന്നുന്നു. ഓരോരുത്തർക്കും അവരവരുടെ മനസ്സിന് സമാധാനം തോന്നുന്നത് പോലെ ചെയ്യാവുന്നതാണ്. വ്യക്തമായ കൽപ്പനയില്ലാത്ത ആ വിഷയങ്ങളിൽ അങ്ങനെ പറയാനേ നിവൃത്തിയുള്ളൂ. കുനൂത്ത് നമ്മുടെ ആദർശത്തിന്റെ ഭാഗമല്ലേ? കുനൂത്ത് ഓതാൻ പാടില്ല എന്നുള്ളത് ആ ആദർശപരമായിരിക്കുന്ന കാര്യങ്ങളിൽ ഉമർ മൗലവി പറയുന്നു കുനൂത്തിൽ പങ്കെടുക്കുന്നതിന് വിരോധമില്ലെന്ന് തോന്നുന്നു. ഓരോരുത്തർക്കും അവനവന്റെ മനസ്സിന് സമാധാനം തോന്നുന്നതനുസരിച്ച് ചെയ്താൽ മതി. അത്തരം കാര്യങ്ങളിൽ വ്യക്തമായ നിലപാടെടുക്കാൻ കഴിയില്ല. ഇത് 99 ഫെബ്രുവരി. മാർച്ച് മാസത്തിൽ ഒന്നുകൂടി പറഞ്ഞു അദ്ദേഹം. ഒരു ലക്കത്തിൽ അവസാനിപ്പിക്കുന്നില്ല. മാർച്ച് മാസത്തിൽ കൊണ്ടും വിശേഷങ്ങളുടെ മുമ്പ് അദ്ദേഹം കൊടുക്കുന്നു. എന്താ പറഞ്ഞെന്നറിയാമോ? സുബൈ നമസ്കാരത്തിലെ കുനൂത്ത് ശാഫിഈ മദ്ഹബുകാർ ചെയ്തു വരുന്നത് പോലെ പ്രവാചകൻ ചെയ്തിട്ടില്ലെന്ന് തീർച്ച. പക്ഷേ ചില ഹദീസ് വിശദീകരിച്ചുകൊണ്ട് സലഫികളിൽ ഒരു വലിയ വിഭാഗം ഉത്തമ വിശ്വാസത്തോടെ അത് ആചരിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് അത് ബിദ്അത്താണെന്ന് മുറിച്ചു പറയാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അയഞ്ഞ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഉമർ മൗലവി പറയുന്നു കുനൂത്ത് ബിദ്അത്താണെന്ന് മുറിച്ചു പറയാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഇങ്ങനെ ഒരു പരാമർശം ഇപ്പുറത്തുള്ള ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ ലേഖനത്തിലായിരുന്നു ഉണ്ടായിരുന്നത് എങ്കിൽ, ഇപ്പുറത്തുള്ള പ്രസിദ്ധീകരണാലയത്തിന്റെ പുസ്തകത്തിലായിരുന്നു ഉണ്ടായിരുന്നത് എങ്കിൽ, ഇപ്പുറത്തുള്ള ഏതെങ്കിലും ഒരു പണ്ഡിതൻ എവിടെയെങ്കിലും നാവുകൊണ്ട് സംസാരിച്ചിട്ടായിരുന്നുവെങ്കിൽ
ആദർശവതിയാന ആരോപണത്തിന്റെ മുൾമുനയിൽ നിർത്തി അദ്ദേഹത്തെ ക്രൂശിക്കുവാൻ ഈ ആളുകൾ ശ്രമിക്കുമായിരുന്നു എന്നതാണ് വസ്തുത. പക്ഷെ ഉമർ മൗലവി എഴുതുന്നു, ബിദ്അത്താണെന്ന് മുറിച്ചു പറയാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല, ഞാൻ അതിൽ അയഞ്ഞ നിലപാട് സ്വീകരിക്കുന്നു. അതല്ലേ ഇഖ്വാനികളുടെ ലൈന് അല്ലേ? ഇനി തെറ്റ് ആരെങ്കിലും തിരുത്തിക്കൊടുത്താൽ തിരുത്തേണ്ടതല്ലേ? തിരുത്തണം. എന്നാൽ ഉമർ മൗലവി ന്യായീകരിക്കുന്നതിനെ ഇവിടെ ഇഖ്വാനിസമായിട്ട് വ്യതിയാനമായിട്ടാണ് സൂചിപ്പിച്ചത്. ഉമർ മൗലവി ന്യായീകരിക്കുന്നു. അദ്ദേഹത്തിന് ചോദ്യമുണ്ട്, പിന്നെ ഈ കുനൂത്തിനെ കുറിച്ച് 2 ലക്കങ്ങളിൽ എഴുതിയ ചോദ്യത്തിന് അദ്ദേഹം നൽകുന്ന മറുപടി എന്താ? മറുപടി എന്നറിയാമോ? അതുകൊണ്ട് ഓരോരുത്തർക്കും സ്വന്തം ആലോചനയിൽ മനസ്സിന് സമാധാനം തോന്നുന്നത് പോലെ പ്രവർത്തിക്കാവുന്നതേയുള്ളൂ. ആ കുനൂത്തിൽ പങ്കെടുത്ത് നമസ്കാരം പൂർത്തിയാക്കുന്നതിനും വിരോധമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വാക്ക് തെറ്റാണെന്നാണ് ഇപ്പോൾ പലരും വാദിക്കുന്നത്. എനിക്കത് മനസ്സിലായിട്ടില്ല. എനിക്ക് എന്റെ മനസ്സുകൊണ്ട് ചിന്തിക്കാനേ കഴിയുകയുള്ളൂ. ആരാന്റെ മനസ്സുകൊണ്ട് ചിന്തിക്കാൻ എനിക്ക് കഴിയുകയില്ല. ഇപ്രകാരം ഞാൻ പറഞ്ഞതുകൊണ്ട് സെൽസബീലിന് വായനക്കാർ കുറയുമെന്ന് ഭീഷണിപ്പെടുന്നവരുണ്ട്. നമുക്ക് ആലോചിക്കാം. സെൽസബീൽ തുടങ്ങുന്ന കാലത്തെ അവസ്ഥ നിങ്ങൾ അറിയുമോ? അത് ഇഷ്ടപ്പെടുന്നവർ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഇവർ വ്യതിയാനാരോപണം തുടങ്ങി ഒരാഴ്ച കണ്ടാക്കിയ സെൽസബീലാണ്. വ്യതിയാനാരോപണം 99 മെയ് 13 ഇതിറങ്ങുന്നത് മെയ് 20 കുനൂത്തിനെ കുറിച്ച് അദ്ദേഹം എഴുതിയിരിക്കുന്ന പരാമർശങ്ങളെ വിമർശിച്ച് ചോദ്യം കൊടുത്തപ്പോൾ വീണ്ടും ന്യായീകരിച്ച് എനിക്കാ പറഞ്ഞത് മനസ്സിലായില്ല, എനിക്ക് സ്വീകരിക്കാൻ കഴിയില്ല, ഞാൻ എന്റെ മനസ്സുകൊണ്ട് ചിന്തിക്കുള്ളൂ, ആരാന്റെ മനസ്സുകൊണ്ട് ചിന്തിക്കാൻ എനിക്ക് കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉമർ മൗലവി ഇങ്ങനെയൊക്കെ എഴുതിയിട്ടും അദ്ദേഹത്തിന് ആദർശ വ്യതിയാനമുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം ഇഖ്വാനികളുടെ മൻഹജ് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതാണ് ഇഖ്വാനികളുടെ മൻഹജ്, ഇദ്ദേഹം പ്രതിക്കൂട്ടിലാണെന്ന് പറഞ്ഞോ? ഇല്ല. എന്റെ കാരണം ഉമർ മൗലവി അതിന്റെ പേരിൽ ഇഖ്വാനി എന്ന് പറഞ്ഞാൽ പ്രതിക്കൂട്ടിൽ നിർത്തിയാൽ ഇസ്ലാഹി കേരളം ഇവരെ വെറുതെ വിടില്ല. അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് എല്ലാ സഹകരണം ചെയ്തു കൊടുത്തിരിക്കുന്ന ആളുകൾ എഴുതി ഒപ്പിട്ട് കൊടുത്തിരിക്കുന്ന വാദപ്രവാഹത്തിന്റെ കരാറാണത്. കുണ്ടുതോട് വാദപ്രവാഹത്തിന്റെ കരാർ. ഇതിൽ ഒപ്പിട്ടവരിൽ മുജാഹിദ് ഭാഗത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്നവർ 2 പേർ മാത്രമേ ഉള്ളൂ. ഒന്ന് സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട ജനറൽ സെക്രട്ടറി ബഹുമാനായ AP അബ്ദുൽ ഖാദർ മൗലവി, മറ്റൊന്ന് സംഘടനാ സെക്രട്ടറി ബഹുമാനായ അലി അബ്ദുൽ റസാഖ് അൽ മദനി. ഇവർ ഇതിൽ കുനൂത്തിനെ കുറിച്ച് എന്താ എഴുതി കൊടുത്തത്? കുനൂത്തിനെ കുറിച്ചുള്ള കരാർ എഴുതുമ്പോ വ്യവസ്ഥയിൽ അതിന്റെ വിധി എഴുതുന്നു. എന്താ വിധി? സുബഹ് നമസ്കാരത്തിൽ കുനൂത്ത് ഓതൽ സുന്നത്താണ് സുന്നികൾ, അത് അവരുടെ വാദം. നമ്മുടെ വാദമോ സുബഹ് നമസ്കാരത്തിൽ മാത്രമായി ഒരു കുനൂത്ത് സുന്നത്തില്ല, കറാഹത്താണ്. സുബഹിയിലെ കുനൂത്ത് കറാഹത്താണ്. പ്രബന്ധത്തിൽ അതിനെ ന്യായീകരിക്കാൻ കൊണ്ടുപിടിച്ച് ശ്രമം നടത്തിയിട്ടുണ്ട്. അത് സുന്നികളോട് രക്ഷപ്പെടാൻ എളുപ്പത്തിൽ അതാണ് നല്ലത്. പിന്നെ വിധി ചോദിച്ച് അടങ്ങാറാക്കിയപ്പോ നമ്മുടെ ഒരു വിധി പറഞ്ഞു കൊടുത്തതാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇതിൽ തന്നെ പരമപ്രധാനമായ പല വിഷയങ്ങൾക്കും വിധി പറഞ്ഞിട്ടില്ല. മാത്രമല്ല ചാവടിയന്ത്രം പോലെയുള്ള വിഷയങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ വിധി പറയുകയും ചെയ്തു. അവിടെ എന്താ വിധി? ബിദ്അത്തായിരിക്കുന്ന ആ കാര്യത്തെക്കുറിച്ച് വിധി പറഞ്ഞ എന്താണെന്നറിയാമോ? ഇന്ന് നാട്ടിൽ നടപ്പുള്ള പോലെ ഒരാൾ മരിച്ചതിനോടനുബന്ധിച്ച് ആളുകളെ ക്ഷണിച്ചു വരിച്ച് സദ്യ നൽകുന്ന ചാവടിയന്ത്രം ബിദ്അത്താണ്, ഹറാമാണ്. മുജാഹിദുകൾ ഈ സംഗതി തന്നെ ഉണ്ട്. അപ്പോ ബിദ്അത്തായ കാര്യത്തെ ബിദ്അത്ത് എന്ന് തന്നെ എഴുതി, ഹറാമാണ് എന്ന് എഴുതി വിധി നൽകിയിട്ടുണ്ട്. എന്നാൽ കുനൂത്ത് ബിദ്അത്താണ് എന്ന് ഇവർക്ക് വാദമുണ്ടായിരുന്നുവെങ്കിൽ ആ ബിദ്അത്ത് എന്തുകൊണ്ട് ഇവർ എഴുതിയില്ല? അവിടെ ഹറാമി എന്ന് എന്തുകൊണ്ട് എഴുതിയില്ല? കറാഹത്തിന് മാത്രമേ. എന്താ കറാഹത്ത് എന്ന് പറഞ്ഞാൽ? ഇടത്തെ കൈകൊണ്ട് വെള്ളം കുടിക്കൽ കറാഹത്താണ്. ഉപേക്ഷിച്ചാൽ പ്രതിഫലമുണ്ട്, ചെയ്താൽ ഒരു കുറ്റമില്ല. ചെയ്താൽ കുറ്റമില്ലാത്തൊരു കാര്യം ആരോപിച്ചുകൊണ്ടൊരു മനുഷ്യന്റെ പേര് ആദർശവതിയാം ആരോപിക്കാൻ സാധിക്കുമോ? വലത്തോട്ടോ മുമ്പോട്ടോ തുപ്പുന്നത് കറാഹത്താണ്. ചെയ്താൽ കുറ്റമില്ല, ഉപേക്ഷിച്ചാൽ പ്രതിഫലമുണ്ട്. ചെയ്താൽ കുറ്റമില്ലാത്ത, ശിക്ഷയില്ലാത്ത, നാളെ നരകത്തിൽ പോകാത്തൊരു കാര്യത്തിന്റെ പേരിൽ ഒരാളെ നമുക്ക് ക്രൂശിക്കുവാൻ സാധിക്കുമോ? മാത്രമല്ല നമ്മളെ ബിദ്അത്താണെന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാ സംഗതികളുടെയും വിധി കറാഹത്താണോ? എങ്കിൽ മൗലിദ്, ചാവടിയന്തരം, കൂട്ടുപ്രാർത്ഥന, കുനൂത്ത്, തറാവി 11 അങ്ങനെ തുടങ്ങി ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ. ഈ വിഷയങ്ങളിലെല്ലാം നമ്മൾ കറാഹത്താണെന്നാണ് നമ്മുടെ വാദം. ആണെങ്കിൽ അതിനുവേണ്ടിയാണോ നമ്മൾ തൗഹീദിന്റെ സമയം കൂടി ഒഴിവാക്കിയിട്ട് കന്നപ്രസംഗം വാദപ്രയോഗത്തിനും പോയത്? ആലോചിക്കേണ്ടതാണ്. ചോദിക്കുന്നത്, എന്റെ വീടിന്റെ പരിസരത്ത് സലഫി പള്ളിയൊന്നുമില്ല. സുബഹി നമസ്കരിക്കാൻ അടുത്തുള്ള പള്ളിയിൽ പോകും. അവിടെ ഖുനൂത്ത് ഓതാറുണ്ട്. ഈ സമയം ഞാൻ എന്ത് ചെയ്യണം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ലൽ ഫർദൈനി ദഖലൽ ജന്ന. അറ്റത്തുള്ള 2 നമസ്കാരങ്ങൾ അഥവാ അസ്ര നമസ്കാരവും സുബഹി നമസ്കാരവും ആരെങ്കിലും നമസ്കരിച്ചാൽ, അതതിന്റെ ചിട്ടയോടുകൂടി ജമാഅത്തായി നമസ്കരിച്ചാൽ എന്നർത്ഥം, അവർ സ്വർഗത്തിൽ പ്രവേശിച്ചു. അതേപോലെ തന്നെ ഖുർആൻ അൽ ഫജ്ർ, ഖുർആൻ പറഞ്ഞു, പ്രഭാതത്തിലുള്ള ഖുർആൻ പാരായണം അത് മശ്ഹൂദ, സാക്ഷി നിൽക്കുന്ന നമസ്കാരമാണ് എന്ന് പറഞ്ഞു.
സാക്ഷീകരിക്കപ്പെടുന്ന നമസ്കാരമാണ് എന്ന് പറഞ്ഞു. മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവുന്ന നമസ്കാരം ധാരാളം പ്രത്യേകതകൾ ഉണ്ട്. നമസ്കാരങ്ങൾ എല്ലാ നമസ്കാരങ്ങൾക്കുമുണ്ട്, സുബഹി നമസ്കാരത്തിന് പ്രത്യേകിച്ചുമുണ്ട്. അതുകൊണ്ട് തന്നെ പുരുഷന്മാർ ജമാഅത്തായിട്ടാണ് നിർവഹിക്കേണ്ടത്. എന്നാൽ സുഹൃത്തിന്റെ ചോദ്യം, പ്രസ്തുത പള്ളിയിൽ അവിടെ ഖുനൂത്ത് നടക്കുന്നുണ്ട്, അപ്പോൾ അവിടെ പങ്കെടുക്കുകയാണോ വേണ്ടത് അതല്ല തനിച്ച് നമസ്കരിക്കുകയാണോ വേണ്ടത് എന്നാണ്. ഇവിടെ ഒരു കാര്യം പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഒരു ഖുനൂത്ത് നടക്കുന്നു എന്നതുകൊണ്ട് ജമാഅത്ത് നമസ്കാരത്തിന് വിട്ടുനിൽക്കേണ്ടതില്ല. കർമ്മശാസ്ത്ര വിഷയങ്ങൾപ്പെട്ട ഇത്തരത്തിലുള്ള കുനൂത്ത്, വിത്തുള്ള കുനൂത്ത്, സുബഹിക്കുള്ള കുനൂത്ത്, അതേപോലെ തന്നെ നമസ്കാരത്തിൽ ഉച്ചത്തിൽ ഓതുന്ന നമസ്കാരത്തിൽ ബിസ്മി ഉറക്കെ ഓതൽ, ഇതൊക്കെ അടിസ്ഥാനപരമായ എന്ന് പറഞ്ഞാൽ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ട വലിയ അഭിപ്രായ വ്യത്യാസങ്ങളല്ല. അവക്കിടയിൽ ഹദീസുകൾ ശരിയാണോ അല്ലേ എന്ന് മാറ്റി ഉരച്ച് നോക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഗവേഷണത്തിൽ വന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്നും ഉണ്ടായ ചില സംശയങ്ങളാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ഗവേഷണാത്മകമായ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ, മറ്റൊന്ന് ഒരിക്കലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ലാത്ത വിഷയത്തിൽ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ. ഇവിടെ ആദ്യം പറഞ്ഞ ഗവേഷണാത്മകമായ വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് സഹീഹ് ഹദീസ് സഹീഹാണോ ദഈഫാണോ എന്ന വിഷയത്തിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്നാണ് സുബഹിക്കുള്ള ഫിത്ർ നമസ്കാരത്തിലുള്ള കുനൂത്തുകൾ, അതേപോലെ ബിസ്മി ഉറക്കെ ഓതണോ വേണ്ടയോ പതുക്കെ ഓതണോ എന്നുള്ള അഭിപ്രായ വ്യത്യാസം. ഒരു തിന്മ ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ, ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ, ഒരാൾ പലിശ കൊടുക്കുന്നതിനേക്കാൾ, ഒരാള് ഈ നിലക്ക് അധർമ്മം പ്രവർത്തിക്കുന്നതിനേക്കാൾ, അളവിലും ദുഃഖത്തിലും കൃത്രിമം പ്രവർത്തിക്കുന്നതിനേക്കാൾ പിശാചിന് ഏറ്റവും ഇഷ്ടം നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടുപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്. ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മ സുബ്ഹാനല്ലാഹ്